ഹലോ, ഇന്നേ വേൾഡ് ഡിസേബിൾഡ് ഡേ ആണത്രേ. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ ഡിഫറെൻ്റ് ഏബിൾഡ് അങ്ങനെ പല പേരുകളൊക്കെ പറഞ്ഞൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും ഞങ്ങൾ കുറച്ച് എഴുതണം എന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾ ചേർന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ മായ ബാലകൃഷ്ണൻ എന്നെഴുതിയൊരു കുറിപ്പുണ്ട്. അത് ഞാൻ കുറച്ചൊന്ന് വായിക്കാം. എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് നീ ആവാൻ കഴിയണം. അങ്ങനെയാണ് മായമ്മ അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് വായിക്കട്ടെ. കവിയായെന്നോ എഴുത്തുകാരിയായെന്നോ കുറച്ച് അഹങ്കാരം വെച്ചെന്നോ എന്നെക്കുറിച്ച് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വീണു പോവുകയില്ല. ഞാൻ കവിയല്ല, എഴുത്തുകാരിയുമല്ല. മായമ്മ അസലായിട്ട് എഴുതും കേട്ടോ. കഴിഞ്ഞ 38 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ആവാൻ, മാനസികമായി വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. പുറം വെളിച്ചം കാണാതെ മുറിക്കുള്ളിൽ ഒതുങ്ങി പുറമേയുള്ള മറ്റു മനുഷ്യമുഖങ്ങൾ ഒന്നും തന്നെ കാണാനോ ആരെയും അഭിമുഖീകരിക്കാനോ കഴിയാത്ത വിധം ഞാൻ എന്നിലേക്കും എൻ്റെ പരിമിതികളിലേക്കും മാത്രം ചുരുങ്ങിപ്പോയിരുന്നു. അവിടെ നിന്നും ഇന്നെനിക്ക് ഇതുപോലെ ഒരു തുറന്ന മാധ്യമത്തിൽ വരാനും എന്നെ തുറന്നെഴുതാനും എൻ്റെ ചിത്രങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും തുറന്ന വേദികളിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനും പാകത്തിൽ ഞാൻ മാനസികമായി വളർന്നു കഴിഞ്ഞു. അതാണ് മായമ്മയുടെ ആ കുറിപ്പിലെ ഏറ്റവും വലിയ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. മായമ്മയുടെ കഥ എനിക്ക് നന്നായി അറിയാം. സാധാരണ രീതിയിൽ ജീവിച്ചു വന്ന, വളരെ പ്രതീക്ഷകളിൽ നല്ല മാർക്കൊക്കെ വാങ്ങിക്കും ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടി പെട്ടെന്ന് 10ാം ക്ലാസ് പരീക്ഷ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ പനി, ഒരു കാലുവേദന, അതിൽ തുടങ്ങി പിന്നീട് തീരെ കിടപ്പായി പോവുക. അങ്ങനെ പറഞ്ഞു പോയാൽ എനിക്കറിയില്ല, ഞാനത് സങ്കടത്തോടെ അല്ലാതെ ആ കഥ പറയാനായിട്ട് എനിക്ക് പ്രാപ്തി ഉണ്ടായിട്ടില്ല. പക്ഷേ മായമ്മ അതിനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുവല്ലോ. ഇത്രയും വർഷം കൊണ്ട് അതിനെ ഒരു സാധാരണ സംഭവമായി, നമ്മളെല്ലാം പറയുന്നത് പോലെയുള്ള ഒരു വളർച്ചയായി തന്നെ പറയാനായി മായമ്മയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന് മായയുടെ ചുറ്റുമുള്ളവർ പര്യാപ്തയായിരിക്കുന്നു എന്നതാണ് മായമ്മ ഇന്ന് തൻ്റെ നേട്ടം എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് ബാക്കി വായിക്കാം. എൻ്റെ നാട്ടിലെ യുവജനങ്ങൾ പറയും, ചേച്ചി ഞങ്ങൾക്കും നാട്ടിനും അഭിമാനമാണെന്ന്. അവരോട് ഞാനും പറയും, നിങ്ങൾ ഈ തലമുറ എന്നെ അറിയുന്നു എന്നുള്ളത് തന്നെ എനിക്കേറെ സന്തോഷകരവും അഭിമാനകരവുമാണെന്ന്. അത്രയേറെ ഞാൻ ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ പുതഞ്ഞു പോയിരുന്നു. അങ്ങനെയുള്ള എനിക്ക് എഴുത്തുകാരി എന്ന ലേബലിൽ അഹങ്കരിക്കാൻ സാധ്യമാവില്ല. ഞാനെന്നൊരു തൃപ്തയാണ്. കാരണം ദീർഘവർഷങ്ങളോളം ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് നീ ആവാൻ കഴിയണം. അതിനെനിക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ ഈ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം വരും എന്നാണ്. മായമ്മയുടെ ആ ചെറുകുറിപ്പ് നമുക്കുണ്ടാക്കുന്ന ഒരു ഫീലിംഗ് അത് ചെറുതല്ല. ഒരു പക്ഷേ മായ എനിക്ക് അത്രയേറെ അറിയാവുന്നതുകൊണ്ടാണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ദിവസമായിരിക്കും നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിലുള്ള ഡിസബിലിറ്റികൾ. എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് ഫിനിക്സ് പോലെ എഴുതുന്നത്, ഞാൻ അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമുള്ളത് ആദ്യം വന്നത് പ്രിയ എസിനെ തന്നെയാണ്. അസുഖം കൂടപ്പിറപ്പായ കുട്ടികളുടെ ഉള്ളിലെ നെരിപ്പോട് എന്തെല്ലാം ആവുമെന്ന് എന്നെ ചുട്ടുപൊള്ളിക്കുന്ന വാക്കുകളിലൂടെ പരിചയപ്പെടുത്തി തന്ന ഒരാൾ. ഞാൻ പരിചയപ്പെടും മുമ്പ് തന്നെ പ്രിയ എസിൻ്റെ വരികളിൽ കൂടെ എനിക്കറിയാമായിരുന്നു. പിന്നെ പരിചയപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു സൗഹൃദമായി തീർന്നു. പ്രിയ എസിൻ്റെ ദൈവത്തിൻ്റെ ഒത്താശകൾ എന്നുള്ളൊരു കുറിപ്പുണ്ട്. അതിന് തുടക്കത്തിൽ ഒഴുക്കിലൊരു ഇല എന്ന രചനയിൽ എഴുതിയിരിക്കുന്ന ഒരു സാധനം പ്രിയ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ആശുപത്രികളെക്കുറിച്ച് ഞാനിങ്ങനെ പേർത്തും പറയുന്നത് വായനക്കാരെ നേടുന്നതിനുള്ള ഒരു ഞൊടുക്കുവേലയാണെന്ന ആരോപണം ഞാൻ കേട്ട് കഴിഞ്ഞതാണ്. ആശുപത്രിയുടെ ഇടനാഴിയിൽ വെച്ചെന്നോ എന്നെ അണച്ചു പിടിച്ച് എൻ്റെ തലവരെയായി മാറിയവളാണ് എൻ്റെ സരസ്വതി. അത് രോഗം എന്ന് പറഞ്ഞൊരു ഡിസബിലിറ്റി അത് ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന കുട്ടിക്കാല ബഹളലോകം എപ്പോഴും ആശുപത്രിയിലായിരുന്ന ഒരു കുട്ടിയായിരുന്നു പ്രിയ എന്നതിൽ നിന്നാണ്. അക്ഷരമറിയാത്ത അസുഖകാലങ്ങളിൽ കഥകൾ കേട്ട് അസുഖങ്ങൾ ബാല്യം മാത്രമല്ല, സ്വന്തമല്ല അനിയൻ്റെ ഒക്കെ ബാല്യം ഒക്കെ തട്ടിപ്പറിക്കുന്നു എന്ന അറിവ് മനസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി മുന്നോട്ട് വരുന്നത് തന്നെയാണ്. ആ കുട്ടി പറയുന്ന ഓർമ്മയിൽ കഥയെഴുത്ത് ഒരു വശ്യ സ്വപ്നമായി ഉള്ളിൽ കത്തിച്ചു വെച്ചാണ് ആശുപത്രികളിലെ ഉടക്കം വരാത്ത, കിടക്കാനും ഇരിക്കാനും നിൽക്കാനും വയ്യാത്തത്ര
വേദന കൊണ്ട് പുളഞ്ഞ രാത്രികളിൽ ഞാനൊരു നുറുങ്ങുവെട്ടം കൊളുത്തിയത്. കഥ എഴുതാനാവും എനിക്കെന്ന് എന്തുകൊണ്ടോ എൻ്റെ അമ്മ വിശ്വസിച്ചിരുന്നു. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് കുറിപ്പെഴുതാൻ എനിക്ക് നോട്ട്ബുക്ക് തന്ന് അതിൻ്റെ ആദ്യത്തെ പേജിൽ അമ്മ എഴുതി, വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം. എന്തോ ഞാൻ കൽപ്പിച്ചുകൂട്ടിയ അത്രയൊന്നും ദുരിതമയമായില്ല ജീവിതം. അതൊരു ചെറിയ കുറിപ്പാണതും. അതിൽ പ്രിയ എഴുതിയിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. അക്ഷരങ്ങളിൽ കൂടി ജീവിതത്തിലെ പുതിയൊരു ഭാവം കണ്ടുപിടിച്ച 2 പേര്. ഈ ദിവസം നമ്മളെല്ലാവരും വേണേൽ ഹെലൻ കെല്ലറെക്കുറിച്ചും ഒക്കെ പറയാം. പക്ഷേ എനിക്കെൻ്റെ ജീവിതത്തിൽ അറിയാവുന്ന 2 ആൾക്കാർ, അവരുടെ 2 പേരുടെ ഓരോ കുറിപ്പുകൾ, അത് കൂടുതൽ ആത്മവിശ്വാസം തരുന്നു. എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഡിസബിലിറ്റികളെ ഓവർകം ചെയ്യാനും, മായയെ പറഞ്ഞതുപോലെ ഏതവസ്ഥയിലാണോ ഞാൻ, ആ അവസ്ഥയിൽ എനിക്ക് ഞാനായിരിക്കാനായിട്ട് ഈ വാക്കുകൾ പ്രചോദനം തരുന്നുണ്ട്. മായയ്ക്ക്, പ്രിയയ്ക്ക് ആശംസകൾ. നന്ദി. എനിക്കുണ്ടല്ല, എല്ലാവർക്കും വേണ്ടി. നിങ്ങളെല്ലാവരും കൂടി ചേരുമ്പോൾ, നമ്മളെല്ലാവരും കൂടി ചേരുന്ന ആ കരുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും കൂടെ ഈ ദിവസം നമുക്ക് അവസരം തരുന്നതാണ്. ശുഭരാത്രി.